ഓ, അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെന്താ കുഴപ്പമുള്ളൂ? റിയൽ കേരള സ്റ്റോറി തന്നെയാണത്. അതിലാണ് ഞങ്ങൾ പോയത്, അതിന്റെ ഭാഗമായിട്ടാണ് പോയത്. അത് നിയമപരമായ പ്രശ്നമില്ല, അത് പോയി കയറിച്ചോട്ടെ. എല്ലാം പരിശോധിച്ചിട്ടാണ്, അതെല്ലാവരും കേക്ക് വെറുതെ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പാർട്ടി സെക്രട്ടറി പങ്കെടുക്കുന്നതിന് വേറെ എന്താ നോക്കേണ്ട കാര്യമുള്ളത്? അതായത് കേരളത്തിൽ പിന്നെ എന്താ സംശയം? ഇപ്പോഴും ഞാൻ അതിനെയാ പറയുന്നത്. എന്തിനാ ഞങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം? പോലീസ് അന്വേഷിച്ചോട്ടെ, ഞങ്ങൾക്ക് അതിൽ അത് തർക്കം ഒന്നുമില്ല. കേസെല്ലാം എത്ര വയസ്സ്? എത്ര ആദ്യത്തെ കേസാണോ ഇത്? എത്രയൊക്കെയോ കേസ്, ആരൊക്കെയോ കേസ് കൊടുത്തിട്ടുണ്ട്, എത്രയോ കേസ് അഭിമുഖീകരിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അല്ലാണ്ട് കേസ് വരുമ്പോൾ പേടിച്ച് മാളത്തിൽ ഒളിക്കുന്ന സൈസുകൾ നമ്മളൊന്ന് ഒക്കെയാ വിചാരിച്ചിട്ടുള്ളത്. പ്രായപൂർത്തിയായിട്ടുണ്ട് എന്ന് പക്വമായ ഇടപെടലാണ്. കേരളത്തിൽ കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് 2 യുവതി-യുവാക്കൾ കേരളത്തിൽ വരികയും പോലീസ് സ്റ്റേഷനിൽ പോവുകയും, അച്ഛനും കൂടിയാ പോയെ. അച്ഛൻ കൊടുത്ത രേഖയാണ് അവരുടെ രേഖയെല്ലാം. ആ രേഖകളിലെല്ലാം പ്രായപൂർത്തിയായിട്ടുണ്ട്. അവരുടെ കയ്യിലുള്ള രേഖ എന്ന് പറയുന്നത് 2 പ്രധാനമായിട്ടുള്ളത്. ആധാറാണ് ഒന്ന്, മറ്റൊന്ന് നമുക്കെല്ലാം അറിയുന്ന പാൻ കാർഡാണ്. ഇതിലൊക്കെ ഒരേ ഡേറ്റാണുള്ളത്. അത് 5-ാമത്തെ വയസ്സിലെടുത്ത ആദ്യത്തെ ഈ രേഖയാണുള്ളത് അവരുടെ കയ്യിൽ. ഒക്കെ അവർ പോലീസ് പരിശോധിച്ചിട്ടുണ്ട്, എല്ലാം പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്ര കമ്മിറ്റി പരിശോധിച്ചിട്ടുണ്ട്. അതിനുശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അവരുടെ രജിസ്ട്രേഷന് വേണ്ടി അവർ പരിശോധിച്ചിട്ടുണ്ട്. എല്ലാവരും പരിശോധിച്ചതാണ്. അതിൽ ഞങ്ങൾക്ക് എന്താ തർക്കമുള്ളത്? പട്ടികജാതിയാണോ പട്ടികവർഗമാണോ? വർഗ കമ്മീഷനാണ്. എനിക്കതിൽ യാതൊരു സംശയമില്ല. അതെല്ലാം പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കേണ്ടിയാണ് കേട്ടോ. സംഘപരിവാറാണ് ഇതിന് പിന്നിൽ. ഇങ്ങനെ കല്യാണം കഴിക്കുന്നതിന് അവർക്ക് അത്ഭുതമാണ്. അവർക്ക് ഇവിടുത്തെ ഇപ്പൊ തന്നെ ഭയങ്കര ഭീഷണിയുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യമേ ഉള്ളൂ. 2 മതവിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാർ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു. ഇവിടെ വന്നു, പോലീസ് സ്റ്റേഷനിൽ പോയി, അവരുടെ അംഗീകാരത്തോടുകൂടി ക്ഷേത്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടു, ക്ഷേത്രത്തിൽ വിവാഹിതരായി. അവരെ ആശംസ അറിയിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിരിക്കുന്നു എന്ന് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ആ പോയത് ശരി എന്നാണ് അന്നും ഇന്നും ഞങ്ങളുടെ അഭിപ്രായം. അതിലൊന്നും ഇവരാരെങ്കിലും, സംഘപരിവാറോ ആരെങ്കിലും പറയുന്ന ഏതെങ്കിലും വാചകത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞങ്ങളെല്ലാം മാളത്തിൽ ഇങ്ങനെ ഒളിക്കും എന്ന തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ഉണ്ടാകണ്ട.